ഒരു രീതിയിൽ ഞെട്ടിച്ച ഒരാൾ ഇതിലേക്ക് വന്ന് ഇമോഷൻ ചെയ്തപ്പോൾ പലർക്കും ഇവൻ ഉൾപ്പെടെ കണ്ണ് നിറയുന്ന പോലെ തോന്നി. അതിന്റെ ഇത്രയും നാളും മുന്നേ ചെയ്ത പടങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇമോഷണൽ ചെയ്തത് ബേബിയിലാണ്. ഇത്രയും നാളും ചെയ്ത സിനിമകളിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആവാം സ്പെസിഫിക്കലി ഈ ഒരു പടത്തിന് വേണ്ടി ഇമോഷണൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റിനുള്ള താല്പര്യമുണ്ട്. അതിന് മുന്നിലെത്തില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു നല്ലൊരു സെറ്റപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളാണ്. ഞാനൊരു മെത്തഡായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എൻ്റെ കംഫർട്ടിൽ എനിക്ക് എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അല്ലെങ്കിൽ സ്പേസിലേക്ക് പോകും. ഇവരെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായാലും എനിക്ക് മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിലും നമുക്ക് താല്പര്യമില്ല. സിനിമ ഈ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്പ്ലീറ്റഡ് ആകുമ്പോൾ ആ കഥയിൽ മെയിനായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വിനയ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയും കൂടെ ഒട്ടും പ്രീച്ച് ചെയ്യാൻ പറയാം. ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗ്യാനായിക്കിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ 5 കുടുംബങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ കാര്യമാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കാം. ഇതിന് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകൾ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അടിപൊളി സ്പേസാണ്. എന്നാൽ അതിൽ അഭിനയമില്ല എന്ന് പറയുന്നത് രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് വേറെ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ്. ഇതെല്ലാം സംഭവിക്കട്ടെ. ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. താങ്ക് യു. ഞാൻ വിചാരിച്ചത് ഞാൻ അത്രയും മേടിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അവസ്ഥ